ആയിട്ടുള്ള ഒരു കേസിൻ്റെ കഥ പറയാം. 2020 ഈ കേസ് വന്നത്. സുപ്രീം കോടതി പ്രൊനൗൺസ് ചെയ്തത് വിനീത ശർമ്മയുടെ കേസായിരുന്നത്. എന്താ സംഭവം എന്നറിയോ? ഈ വിനീത ശർമ്മ കോടതിയിൽ പോയത് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ്. ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് പെൺമക്കൾക്ക് ആൺമക്കൾക്ക് തുല്യമായ അവകാശം ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഉണ്ട്. എന്നാൽ 2005 ഹിന്ദു സക്സഷൻ ആക്ടിൽ ഈ അമെൻമെൻറ്റ് വന്നതിന് ശേഷമാണോ ഈ അധികാരമുള്ളത്, അതോ ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടോ? കാരണം വിനീത ശർമ്മയുടെ അച്ഛൻ, അത് അച്ഛൻ്റെ സ്വത്തിലാണ് ഇവർക്ക് അവകാശമുള്ളത്. പക്ഷേ ഈ 2005 അമെൻമെൻറ്റിന് വരുന്ന സമയത്ത് വിനീത ശർമ്മയുടെ അച്ഛൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർ പറഞ്ഞു ഈ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് കുടുംബ സ്വത്തില്ല, കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ പെൺമകൾക്ക് എങ്ങനെ അവകാശം ഉണ്ടാവും? അപ്പോൾ അതിനെതിരെയാണ് വിനീത ശർമ്മ കോടതിയിൽ പോയത്. എന്നിട്ട് സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതി 2020 ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു, ഈ ഹിന്ദു സക്സഷൻ ആക്ടിൽ സെക്ഷൻ 6 പ്രകാരം പറയുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുടുംബ സ്വത്തിൽ ഒരുപോലെയാണ് അവകാശം എന്നുള്ളത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റുള്ള ഒന്നാണ്. അല്ലാണ്ട് 2005 വന്ന അമെൻമെൻറ്റ് 2005 ശേഷം മാത്രമല്ല, പെൺകുട്ടികൾ അതിന് മുമ്പ് ജനിച്ചവരാണെങ്കിലും അതിന് ശേഷം ജനിച്ചവരാണെങ്കിലും ഈ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടേതുപോലെ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം തുല്യ അവകാശം കുടുംബ സ്വത്തിലുണ്ടായിരിക്കും അതാണ് ഈ വിനീത ശർമ്മ കേസിൻ്റെ പ്രത്യേകത.